ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അശ്മിൽ ടെക് വിസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ എന്നോട് കുറേ പേര് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചൊരു കാര്യമാണ്, ബ്രോൻ്റെ ഈ ഫുട്ബോൾ സ്ക്വാഡ് കാണിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഈ ഫുട്ബോൾ സ്ക്വാഡാണ് ജസ്റ്റ് ഇങ്ങനെ ബിൽഡ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ കൂടുതലൊന്നും പറയണില്ല, എനിക്ക് ഈ ഫുട്ബോൾ അത്ര വലിയ പ്രോ പ്ലെയർ ഒന്നുമല്ല, പിന്നെ എൻ്റെ സ്ക്വാഡിങ് കാണിച്ചു തരാം. സോ നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ മാനേജറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ മാനേജറുടെ ചേഞ്ച് മാനേജർ ഇതാ നമ്മളെ മച്ചാൻ ഫ്രാങ്ക് ലംബാർഡാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ടീമിൻ്റെ പ്ലാസ്റ്റേയിൽ വരുന്നത് കിക്ക് കൗണ്ടറാണ്, 88 വരുന്നുണ്ട്. സോ കൺഫേം കൊടുക്കാം. ദെൻ നമ്മളിനിപ്പോൾ GK അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സെറ്റിങ്സിൽ നമുക്ക് പൊസിഷൻ കൊടുക്കാം. ഇതാണ് എൻ്റെ കയ്യിലുള്ള ആകെയുള്ള GK. ഇതിൽ ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യുന്ന ഒരു കീപ്പർ, അതായത് എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കീപ്പർ പറഞ്ഞാൽ കസിലസ്. ഇവിടെ കസിലസാണ്, നൈസാണ്, ഒന്നും പറയാനില്ല. എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായമൊന്നുമില്ല, സെറ്റപ്പാണ്. ദെൻ അടുത്തായിട്ട് റൈറ്റ് ബാക്കാണ്. റൈറ്റ് ബാക്ക് ഇവിടെ വൈറ്റ് ഉണ്ടല്ലോ, നമ്മളെ ഫ്രീ ആയിട്ട് കിട്ടിയ വൈറ്റ്, അതിനാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് കഫൂൻ എങ്ങനെ ഇടുക, ഇവിടെ വൈറ്റ് പോയോ? ഇവിടെ തന്നെ ഉണ്ട് വൈറ്റ്. ഇതാണ് സാധനം, നൈസാണ്. പിന്നെ അടുത്തായിട്ട് ലെഫ്റ്റ് ബാക്ക് നോക്കുകയാണെങ്കിൽ റോബർട്ടോ കാർലോസിനെയാണ് യൂസ് ചെയ്യൽ. പക്ഷേ ഇടയ്ക്ക് ഞാൻ മറ്റേ നമ്മളെ ഉണ്ടല്ലോ തിയോ ഹെർണാണ്ടസ്, പുള്ളിനെയാണ് യൂസ് ചെയ്യൽ. ഇനിയിപ്പോൾ സെൻറ്റർ ബാക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സെൻറ്റർ ബാക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കോസ്റ്റാഗർട്ടിൻ്റെ ഇടയിൽ. പിന്നെ ദെൻ മറ്റേ സൈഡിൽ ഇവിടെ ഡിലൈറ്റ് അല്ലെങ്കിൽ മാർക്യൂൻസ്, ആരും കാണാനല്ലോ ഇപ്പോൾ ഇതിൽ. മാർക്യൂൻസിനിടാം. പിന്നെ ഡിലൈറ്റിനെ നമുക്ക് സബിലിട്ട് വെക്കാം. ഡിലൈറ്റ് ഒരാളെയും കൂടെ സബിലിടാണ്ട് ബക്കൻബോറിന് നമുക്ക് എന്തായാലും സബിൽ വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫൻസ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ എനിക്കിത് വിശദീകരിച്ചാനൊന്നുമില്ല, അങ്ങനെ എനിക്ക് വിശദീകരിച്ചാൽ താല്പര്യമില്ല. എനിക്കിപ്പോൾ ഈ ഫുട്ബോൾ ഞാൻ പെസ് കളിച്ചിരുന്ന ആ ഒരു ടൈമത്തെ ആ ഒരു ടച്ചൊന്നും ഇല്ല, ഇടയ്ക്ക് മാത്രമേ കളിക്കലുള്ളൂ ഈ ഫുട്ബോൾ. സോ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ DMF ആണ് വരുന്നത് കേട്ടോ. DMFിൽ ഇപ്പോൾ എപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ് നമ്മളെ ഈ മച്ചാന്. പുള്ളി എന്ന് പറഞ്ഞാൽ അയാളെ നമുക്ക് കുറച്ച് വിശദീകരിച്ചാലുണ്ട്. എന്താണ് എഡ്ജർ ഡേവിഡ്സോ അങ്ങനെ എന്തോ പേര്. അടിപൊളി ഡെസ്ട്രോയർ, ടാക്ലിംഗ്, അഗ്രഷന്, ഡിഫെൻസീവ് എൻഗേജ്മെൻറ്റ്, അവയർനെസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. സ്റ്റാമിന ഉണ്ട്, 98 സ്റ്റാമിന ഉണ്ട്. അതും മതിയല്ലോ. കിട്ടിയപ്പോൾ അയാൾ ഇറക്കലോടി ഇല്ലേനു. അത് പിന്നെ ഏതൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറക്കി നോക്കിയതാ, പിന്നീട് മനസ്സിലായത് സാധനം തീയാണെന്നുള്ളത്. സോ നെക്സ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, നെഡ്വേഡ്. എനിക്ക് ഫസ്റ്റ് കിട്ടിയ എപ്പിക്കാണ് നെഡ്വേഡ് കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളി. എനിക്ക് പെസ്സിലാണെങ്കിൽ ഐക്കോണിക് ഉണ്ടായ ടൈമിൽ എൻ്റെ കയ്യിലൊരു കാർഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എപ്പിക്കും ഉണ്ട്. അടിപൊളി പറഞ്ഞാൽ ലോങ് റേഞ്ച് ഒരു രക്ഷയില്ല. ലോങ് റേഞ്ച് ഇങ്ങനെ റോക്കറ്റ് പോലെ ഇങ്ങനെ കയറും. ലോങ് റേഞ്ച്, ഡിപ്പിംഗ് ഷോട്ട്, റൈസിങ് ഷോട്ട്, എന്തൊക്കെയാണ് ഇത് പോരെ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ ഒരു AMF ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇവിടെ നമുക്ക് AMF ആയിട്ട് നമ്മളെ ഷോൾസിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു 50 പ്ലേയേഴ്സിൻ്റെ ഒരു പാക്ക് വന്നല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. അന്ന് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കിയതാ, ഷോൾസിനെ തന്നെ കിട്ടുകയും ചെയ്ത്. കൂടുതലൊന്നും പറയാനില്ല. നെഡ്വേഡിൻ്റെയൊക്കെ പോലെ തന്നെ ലോങ് റേഞ്ചറാണ്. എൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ പറഞ്ഞാൽ ലോങ് റേഞ്ച് കൂടുതൽ സ്കോർ ചെയ്യാൻ നോക്കും. എനിക്കത് ഒരു താല്പര്യമുള്ളൊരു കേസാണത്. അപ്പോൾ ലോങ് റേഞ്ച് ഷൂട്ടിങ് കണ്ടില്ലേ, നെഡ്വേഡിൻ്റെയൊക്കെ അതേപോലെ പോലെ തന്നെ ലോങ് റേഞ്ച് നല്ല അടിച്ച് പൊളിച്ച് കയറ്റും. ദെൻ അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് റൈറ്റ് വിങ് ഫോർവേഡാണ്. അവിടെ ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്യലും മെസ്സിനെ കേട്ടോ. കാരണം മെസ്സി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഡ്രിബിൾ ചെയ്ത് അങ്ങനെ കയറിപ്പോവും. ജസ്റ്റ് ഡബിൾ ടച്ച് ഇട്ട് ഇങ്ങനെ കയറിപ്പോവും, വളരെ സുഖമാണ്. എനിക്ക് മെസ്സിനെ കളിപ്പിച്ച് നല്ല ശീലമുണ്ട്. അതുകൊണ്ട് ഞാൻ മെസ്സിനെ തന്നെയാണ് ചൂസ് ചെയ്യൽ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ലെഫ്റ്റ് വിങ് ഫോർവേഡ് നോക്കാം. ലെഫ്റ്റ് വിങ്ങിൽ ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യൽ നമ്മളെ ഫോർഡിനുണ്ടല്ലോ. ഫോർഡിന് എവിടെ പോയത്, ഇയാളാണിപ്പോൾ യൂസ് ചെയ്യൽ. കുഴപ്പമൊന്നുമില്ല, ആൾ നൈസാണ്. അത് അങ്ങനെ പോവും, കൂടുതലൊന്നും പറയാനില്ല. പിന്നെ സെൻറ്റർ ഫോർവേഡ് നോക്കുകയാണെങ്കിൽ അവിടെ ഞാൻ റോഡ്രിഗോ സൂപ്പർ സബ്ബാണ് തോന്നുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റ് തന്നെ ഇട്ട് കളിപ്പിച്ചില്ല. സെക്കൻഡ് പന്ത് കൊടുത്താൽ മാത്രം മതി, അടിക്കൽ പിന്നെ ഏറ്റു, അത്രേ ഉള്ളൂ. സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടോ? എന്തൊക്കെയുണ്ട്, അത് മതി നമുക്ക്. എന്തെങ്കിലുമൊക്കെ മതിയല്ലോ. സൂപ്പർ സബ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് ടൈം ഷോട്ടൊക്കെ ഉണ്ട്, അതൊക്കെ മതിയല്ലോ. പിന്നെ ഞാൻ എന്താ ചെയ്യില്ല വെച്ചാൽ ജസ്റ്റ് ഇതിങ്ങനെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ വേണ്ട ഇതിനെ പെടുത്തേനും നോട്ടെ. ഇത് നമുക്ക് സബിൻ്റെ കാര്യം നമുക്ക് അങ്ങനെ പെട്ടെന്ന് എന്താ പറയുക സിമ്പിളാക്കി കാണാൻ പറ്റില്ല. കാരണം ഞാൻ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഹാഫിനേഷം അല്ലെങ്കിൽ ഒരു 60-70 ആകുമ്പോൾ നല്ല രീതിക്ക് സബ്ബൊക്കെ ഇറക്കിയിട്ട് അടിപൊളിയായിട്ട് കളിക്കാൻ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സബ്ബ് കാണിച്ചു തരാം. ഇവിടെ നമ്മളെ സ്നൈഡർ എങ്ങനെ വെച്ചാൽ ഹാഫ് ആകുമ്പോൾ ജസ്റ്റ് ഷോൾസിനോട് വലിക്കും. ഹാഫ് എന്നല്ല, ഒരു 60-70 ആകുമ്പോൾ ഇവിടെ സ്നൈഡറിനോട് ഇടും. പിന്നുള്ളത് എന്താ പറയുക,
ടോട്ടി അടിപൊളി കേട്ടോ. ടോട്ടി നമുക്കൊന്ന് വിശദീകരിക്കാനുണ്ട്. ടോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ടോട്ടി എന്താ അടിപൊളിയാണ്, അത്രേ ഉള്ളൂ. ഇവിടെ നെക്കിൾ ഷോട്ട് ഉണ്ട്, ഡിപ്പിംഗ് ഷോട്ട് ഉണ്ട്, ലോങ് റേഞ്ച് ഉണ്ട്, ഫസ്റ്റ് ടൈം ഷോട്ട്, ക്യാപ്റ്റൻസി, പിന്നെന്തല്ലേ അതൊക്കെ മതി. പിന്നുള്ളതാണ് ബെയില്. ബെയില് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊരു കളിയാണ്, പിടിച്ചാൽ കിട്ടൂല. എന്താണ് ഈ പ്രോലിഫിക് വിങ്ങറോ അങ്ങനെ എന്തോ സംഭവം ഉണ്ട്, എൻ്റെ ചങ്ങായി പറഞ്ഞാണ്, എനിക്ക് അതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ നെക്കിൾ ഷോട്ട് ഉണ്ട്, ഡിപ്പിംഗ് ഷോട്ട്, ലോങ് റേഞ്ച്. ഇന്ത്യത്തെ അധിക പ്ലേയേഴ്സിനും ലോങ് റേഞ്ച് ഉണ്ടെങ്കിലേ ഞാൻ എന്തേ ഉള്ളൂ ഇറക്കുള്ളൂ. പിന്നെ സൂപ്പർ സബ് ഉണ്ടല്ലേ, അപ്പോൾ ഹാഫിന് ശേഷം ഒരു 20 ആകുമ്പോൾ ഇയാളെന്നെ എടുക്കും, മെസ്സിനെ എടുക്കും, ബെയിലിനെ ഇടും, അങ്ങനെയൊക്കെ ചെയ്യൽ. പിന്നുള്ളതാണ് നമ്മളെ വില്ല, ഡേവിഡ് വില്ല. 104 ഉണ്ടോ ഡേവിഡ് വില്ലക്ക്? എന്താ ഇത്? ഡേവിഡ് വില്ലിനെ പറ്റി എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല. അടിപൊളിയാണ്. അല്ല, ഇതിലിപ്പോൾ ഒരു സാധനം ഞങ്ങളോട് ചോദിക്കട്ടെ. ഇവിടെ നിങ്ങൾ കണ്ടോ പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ്. എന്തിന് പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ്? ഈ നേരെയും ത്രികോണത്തിൽ അടിച്ചിനോ? പുറത്തേക്കൊന്നും എങ്ങനെയായാലും പോകില്ലല്ലോ, എല്ലാവരും അടിച്ചാലും കണക്കിനാണ്. എനിക്ക് തോന്നുന്നത് പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് ഒന്നും കൊടുത്തിട്ട് വേണ്ട മതി. ഓക്കെ, എന്തിനാണ്? അപ്പോൾ പിന്നെ അടുത്തുള്ളത് എന്താണ്? കാർലോസിനെ നമുക്ക് ഇവിടെ ഒന്നും ഇടാം, കാർലോസ് ഇവിടെ വെക്കട്ടെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ വാൻഡർസ്റ്റ്ലൂജ് അങ്ങനെ എന്തോ കേട്ടോ, പുള്ളി എന്ന് പറഞ്ഞാണ്ടല്ലോ റോക്കറ്റ് ഇങ്ങനെ ഓടുന്നതാണ് ആള്. വാൻഡർസ്റ്റ്ലൂജ് പറഞ്ഞാൽ പവർ ഷോട്ട് നല്ല അടി കേട്ടോ, നൈസാണ് ആള്, നൈസിനായിട്ട് നിൽക്കട്ടെ. ഇനിയിപ്പോൾ എന്താ 4 ചാൻസ് ഉണ്ട് അല്ലേ. ഇവിടെ ഞാൻ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ നെയ്മർ, സാൻഡോസിൻ്റെ ഫ്രീ കിട്ടിയ നെയ്മറാണ്. എന്തേലൊക്കെ ഉണ്ടോ? സോംബ്രറോ ഉണ്ട്, ഡബിൾ ടച്ച് ഉണ്ട്, പിന്നെന്താ ഗെയിംസ്മാൻഷിപ്പ്. എന്തിനാ? ഒരാളെവിടെ മറന്നുകടി, ഇയാളെ നമുക്ക് എന്തായാലും സബിലിടണം. ഇത് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഇടണം കേട്ടോ. ഇത് ഞാൻ പണ്ട് മുതലേ കളിപ്പിച്ച് എനിക്ക് ശീലമായതുകൊണ്ട് ലോങ് റേഞ്ച് ഉണ്ടാവും. കണ്ടില്ലേ, ലോങ് റേഞ്ച്, റൈസിങ് ഷോട്ട്, നക്കിള് അടിപൊളിയാണ്. ഷോട്ട് എന്ന് പറഞ്ഞാൽ പക്ക. പിന്നെ അടുത്ത് നമുക്ക് ആവശ്യമുള്ളത് നമ്മളെ കോൾ പാൽമർ. കോൾ പാൽമർ നൈസാണ്. ഇടയ്ക്കൊക്കെ മെസ്സിൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ ഇറക്കി വിടും. ടെക്നിക്ക് അവിടെ നിൽക്കട്ടെ. സോ ഇനി നമുക്ക് ഒരാൾക്കും കൂടെ ചാൻസ് കൊടുക്കാം. അഷ്മിൽ ടെക്വേസിൻ്റെ ടീമിലേക്ക് ആർക്കാണ് ആ ചാൻസ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഇയാളെ കുഴപ്പമൊന്നുമില്ല, ഇയാൾ നൈസാണ്. പക്ഷേ ഇവിടെ ആളുണ്ട്, എനിക്ക് നെയ്മർ ഉണ്ട്, ഫോഡൻ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു കീപ്പറാണല്ലോ അല്ലേ, അഥവാ ഞാൻ വല്ല ഫോളും വെച്ച് എല്ലാവരുടെയും കയറിപ്പോയാൽ പിന്നെ കളി എടുക്കൂല. കീപ്പർ ഒരു കോർട്ടേഴ്സ് ഉണ്ട്, ഇയാളിടാം, ഇയാൾ നമുക്ക് ഇവിടെ കൊണ്ടുപോയിടാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടീം എന്ന് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഡിഫൻസിൽ പോയിട്ട് ഡീപ്പ് ലൈനിൽ കൊടുത്തിട്ട് നമ്മളെ മച്ചാനോട് ഇടും, ഇത്രേ ഉള്ളൂ. സോ എന്തെങ്കിലും വീഡിയോസ് സജഷൻ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ ഈ ഫുട്ബോളിൻ്റെ കണ്ടൻസ് ഇങ്ങനെ ഫോക്കസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. പിന്നെ ചാനൽ 100K സബ്സ്ക്രൈബേഴ്സ് കുറേ ലോഡിംഗ് ആണ്, അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇൻഷാല്ലാ കാണാം.